അതാ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആദ്യ രക്ഷിതാക്കളും നരകത്തിലെത്തുന്നത് മക്കളെ കാര്യത്തിലാണ്. രക്ഷിതാവ് എന്ന് പറഞ്ഞ പ്രോഗ്രസ് കാർഡിൽ താഴെ രക്ഷിതാവ് എന്നുള്ള അടുത്ത പേര് ഒപ്പിടാനുള്ളതല്ല, അതെല്ലാവർക്കും കഴിയും. പിന്നെ ഏതാ രക്ഷിതാവ് എന്ന് പറയാ? നരകത്തിൽ നിന്ന് രക്ഷിക്കണം മക്കളെ. എന്റെ മക്കള് നരകത്തിലേക്ക് പോകൂല, എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞു. രക്ഷിതാവിന്റെ ട്രാൻസ്ലേഷൻ. എന്റെ മക്കളെ ഞാൻ അങ്ങനെ പോറ്റിയിട്ടുണ്ട്. ഇതാ രക്ഷിതാവ് എന്ന് പറഞ്ഞാല് അതെങ്ങനെയാവുമ്പോ രക്ഷപ്പെടുത്തേണ്ടത്? അതിങ്ങനെ കൈമലർത്തല്ല വേണ്ട. ഉസ്താദേ ഡയലോഗ് എന്ത് അടുക്കയാണെങ്കിൽ മുക്കത്ത് വെക്കാം, കവുങ്ങായാൽ എവിടെ വെക്കാം, അങ്ങനെ ഡയലോഗ് ഉണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ആ സമയത്ത് നമ്മൾ പൊട്ടിക്കരഞ്ഞ അള്ളാഹിനോട് ദ്വാരക്കണം. ഷെഹ്റാൻ ഇമാം റഹിമുള്ള പറയുന്നുണ്ട്, എൻ്റെ മോനെ അബ്ദുള്ള എന്ന് പറയുന്ന മോന് കിതാബ് ഓതാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ലാസ്റ്റ് ഞാൻ അള്ളാഹിൻ്റെ അടുത്ത് പറഞ്ഞു, പാതിരാക്ക് എഴുന്നേറ്റിട്ട് എൻ്റെ മോനെ നീ ഏറ്റെടുക്കണേ. അള്ള ഏറ്റെടുത്തു. അതമ്മ ചെയ്യാറുണ്ടോ? ഇന്ന് 5 വക്ത് നിസ്കാരത്തിന് ശേഷവും മക്കൾക്ക് വേണ്ടി ദ്വാരുന്ന ഒരു കൈ പൊക്കിയെന്ന് പറഞ്ഞാല് പലർക്കും ഉണ്ടാവില്ല ആ കൈ പൊക്കാന്. നമ്മൾ രക്ഷിതാവണ്ടേ, നമ്മൾ മാതൃകാവണ്ടേ? മക്കൾ നമ്മളെ കണ്ടിട്ടല്ലേ വളരുന്നത്. ഉപ്പ അർജന്റീന ഫ്രാൻസിന്റെ ടീമാണെങ്കിൽ മക്കൾ അതിന്റെ അപ്പുറത്തെ ടീമാവൂലേ? നമ്മളവിടെ ഫിഖഹിന്റെ മസല പ്രകാരം ഹറാമാണോ ഹലാലാണെന്നോ ചർച്ച ചെയ്യല്ല. ഈ കുട്ടി കൾച്ചർ പഠിച്ചാൽ ഏത് മായാ ലോകത്തേക്ക് എത്തും എന്നുള്ള അപകടകരമായ നിരീക്ഷണം നടത്തിയ വേണ്ടത് നമ്മള്. അതാണോ ചിന്തിക്കേണ്ടത്? ചെറുപ്പക്കാരായ വാപ്പ മക്കളെയും കൂട്ടിയിട്ട് കളി കാണാൻ പോകുന്ന കാലമാണിപ്പോ. മൂക്കൊണ്ട് വരച്ചിട്ടല്ലാണ്ട് ദുനിയാവെന്ന് പോലെ ഈ മക്കളെ കൊണ്ട് അനുഭവിക്കും. എന്താ നമ്മൾ ഈ വിചാരിച്ചേക്കണത്? ദുനിയാവെന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കാനുള്ളത്.